ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്തൊരു വെറൈറ്റി റൈസാണ്. അതിനുവേണ്ടി ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, ഫ്രഷ് ക്രീം, തൈര് ഇതെല്ലാം ചേർത്ത് നല്ലോണം കൈവച്ച് നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്ക് സമയം ഉണ്ടെങ്കിൽ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലോണം എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്നത് വരെ നമുക്ക് കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു ഭാഗം കുക്കായി വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി വേറെ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു സവോള കനം കുറഞ്ഞ് കട്ട് ചെയ്തത്, 6 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ 2-3 പീസ് ഇഞ്ചി ഇതെല്ലാം ചേർത്ത് ഒന്ന് ആ പച്ചച്ചോയ മാറുന്നത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 10 അണ്ടിപ്പരിപ്പാണ്. അതൊന്ന് വഴറ്റിയതിന് ശേഷം അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് നല്ല തരികരിപ്പൊന്നുമില്ലാതെ അരച്ചെടുക്കാം. ഇത് അരച്ചിട്ട് വരട്ടെ. ഇനിയൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. പിന്നെ ഹോൾ പൈസസ് ഇട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അരച്ച ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം, ഉണക്ക നാരങ്ങ 2 എണ്ണം, പിന്നെ മയോനൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, 1/2 കപ്പ് മയോനൈസ്. പിന്നെ മൊസറല്ല ചീസ് ഒരു കൈപ്പിടി നിറയെ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാല ചിക്കനൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് കുക്കാക്കി എടുക്കുന്നത്. പിന്നെ ഒരു 80% വേവിച്ച ബസ്മതി റൈസാണ്, ഉപ്പിട്ട് വേവിച്ചതാണ്. നമുക്ക് ഇതിലേക്ക് ചേർത്താൽ നമ്മളെ റൈസ് ഏറെക്കുറെ സെറ്റായി. പൊരിച്ച ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കണലൊന്ന് പോപ്പിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വെറൈറ്റി ടേസ്റ്റുമാണ്, വെറൈറ്റി റൈസുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതല്ലേ വരുന്നത്, അതിന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയണം. ഓക്കെ, ബൈ.